ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെം ട്രിപ്ലെറ്റ്സ്. എല്ലാവരും വീട്ടിലും മസ്റ്റ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ആണ് പച്ചരി എന്ന് പറയുന്ന സാധനമല്ലേ. നമ്മുടെ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന വെള്ളരിയാണ് പച്ചരി എന്ന് പറയുന്നത്. ആ പച്ചരി കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കുന്നത് ഒന്നല്ലെങ്കിൽ ഇഡ്ഡലി അല്ലാന്നുണ്ടെങ്കിൽ ദോശയായിരിക്കും. ഈ ഒരു റെസിപ്പി എല്ലാവരും മസ്റ്റ് ആയിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് അടിച്ചാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ. ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരിയാണ്. 4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് നല്ലോണം സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പ വെച്ച് കണ്ട വെള്ളമൊക്കെ ഒന്ന് ഊറ്റി കളഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. മിക്സിൻ്റെ ജാറിലേക്ക് ഈ ഒരു പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുറത്ത് അത്യാവശ്യം നല്ല മഴ ഉള്ളതുകൊണ്ട് തന്നെ സൗണ്ടിന് ചെറിയ പ്രശ്നം ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമ ചോദിക്കുകയാണ്. ഇനി അടുത്ത ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയതാണ് കേട്ടോ. ഈ ഒരു കപ്പിൽ 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചോറാണ് കേട്ടോ. ഈ ഒരു റെസിപ്പിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് മെഷർമെൻറ്റ് തെറ്റാതിരിക്കണം. അതിന് വേണ്ടി നിങ്ങൾ ഒന്നല്ലെങ്കിൽ ഇതുപോലെ ഒരു ബൗൾ എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ മെഷർമെൻറ്റ് കപ്പ് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് വെള്ളാട്ട ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കണം. ആ സമയത്ത് നമുക്ക് വെള്ളം ഇനിയും ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ 1/2 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ കൂടുതലായിട്ട് ചേർക്കാൻ പാടുള്ളതല്ല. ഇതാക്കണം ഈ രീതിയിലൊന്ന് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ട് വേണം കേട്ടോ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ. ഞാനിവിടെ ചെറിയൊരു ബൗളിലേക്ക് ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അടുത്തതിന് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പാണ്. 1/2 ടീസ്പൂൺ ആട്ടോ എടുത്തിട്ടുള്ളത്. ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഇനിയും ചേർക്കാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ്. ചെറിയൊരു മധുരത്തിന് വേണ്ടിയാട്ടോ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മളെ കൈ വെച്ച് കണ്ട് തന്നെ വേണ്ടത് മിക്സ് ചെയ്ത് കൊടുക്കാൻ. 1 സ്പൂണോ കയ്യിലോ അതിനേക്കാളും നല്ലത് ഈ ഒരു രീതിയിലാണ് കേട്ടോ. ഈ രീതിയിൽ വേണം കേട്ടോ നമ്മൾ മാവൊന്ന് റെഡിയാക്കി എടുക്കാൻ. ഒരുപാട് ലൂസ് ആവേണ്ട, ഒരുപാട് ടൈറ്റ് ആവേണ്ട. നമ്മൾ ദോശൻ്റെയും ഇഡ്ഡലി മാവിൻ്റെയും ഒക്കെ ആ ഒരു രീതിയിൽ വേണം കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഒരു മാവ് പുളിക്കാൻ വേണ്ടിയിട്ട് 9 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 9 മണിക്കൂർ നേരമാണ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരുപാട് നമ്മൾ ഇഡ്ഡലിൻ്റെ മാവിനെ പോലെ പൊന്തി വരുമൊന്നുമില്ല കേട്ടോ. ഈ രീതിയിലായിരിക്കും ഉണ്ടാവുന്നത്. ഞാനിവിടെ ഓവർനൈറ്റിലാട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടേബിൾ സ്പൂണും ബേക്കിംഗ് സോഡയാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു നിർബന്ധമില്ല കാര്യമല്ല കേട്ടോ. കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവാനാണ് ഞാൻ ഈ ബേക്കിംഗ് സോഡ ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ല ജീരകമാണ്. അതും വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളെ കയ്യിൽ കറുത്ത ജീരകം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കരിഞ്ജീരകം ഉണ്ടെന്നുണ്ടെങ്കിലും അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വളരെ പെട്ടെന്ന് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അതിന് ഞാനിവിടെ എടുത്തിട്ടുള്ള ഇതുപോലെ ഒരു കുയ്യപ്പച്ചട്ടിയാണ് കേട്ടോ. ഞാനിവിടെ അടി കട്ടിയുള്ള അത്യാവശ്യം നല്ല കട്ടിയും കാര്യമുള്ള ഒരു കുയ്യപ്പച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയാണെന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും. ഞാൻ ആ ഒരു കുഴിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ നെയ്യും യൂസ് ആക്കാവുന്നതാണ് കേട്ടോ. ഇനി ഓരോ കുഴിയിൽ ഇതുപോലെ ഒന്ന് ഫില്ലിങ് ചെയ്ത് കൊടുക്കുകയാണ്. കുഴി മുഴുവനായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. പകുതി ഒഴിച്ചതിന് ശേഷം ബാക്കി അവിടെ അങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒന്ന് പകുതി വെന്തതിന് ശേഷം ഈ രീതിയിലൊന്ന് പെട്ടെന്ന് തന്നെ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ളൊരു ഷേപ്പ് കിട്ടും. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കുക. നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ നമ്മളെ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൂടി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. ഒരുപാട് എണ്ണൊന്നും കുടിക്കാത്ത നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ്. അപ്പോൾ അതെങ്ങനെ ഇതിൻ്റെ ഉൾവശം കൂടി ഒന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അപ്പോൾ കേട്ടോ ഇതുപോലെ ആയിരിക്കും ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ആരൊക്കെ എടുത്തിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണിത്. ചെറിയതായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ വളരെ ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ? ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ആക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.